ഒരു സുന്നത്തിന് ചുരുങ്ങിയത് 10 കൂലിയാണ്. ആ നിലക്ക് ചിന്തിക്കുമ്പോൾ ടോയ്ലറ്റിൽ പോയി തിരിച്ചു വരുന്ന ഒരാൾക്ക് സുന്നത്തുകൾ കീപ്പ് ചെയ്യുമ്പോൾ 280 കൂലിയാണ് നേടിയെടുക്കാറുള്ളത്. അഥവാ ഒരു ടോയ്ലറ്റിൽ പോയി തിരിച്ചു വരുന്ന ആളുകൾക്ക് 28 സുന്നത്തുകൾ ചെയ്യാനുണ്ട്. പലതും നമുക്ക് ഓർമ്മയുള്ളതാണ്, എന്നാലും ഒന്ന് വായിക്കാം. ഒന്നാമത്തേത് ടോയ്ലറ്റിൽ പോകുന്ന ആളുകൾ ചെരുപ്പ് ധരിക്കൽ സുന്നത്താണ്. ഇന്ന് മോഡേൺ ആയിട്ടുള്ള ബാത്റൂമുകളാണ് നമ്മുടെ വീടുകളിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. നല്ല ഹൈടെക് ബാത്റൂമുകളാണ്. അപ്പോൾ ചെരുപ്പൊന്നും ആരും ധരിക്കുന്നില്ല. വീടുകളിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ബാത്റൂമുകളിൽ ഒന്നും ചെരുപ്പില്ല. അത് വളരെ നമ്മൾ ശ്രദ്ധിക്കണം. ചെരുപ്പ് ധരിക്കുന്നതിന് ചുരുങ്ങിയത് 10 കൂലിയാണ്. ഏതൊരു സുന്നത്ത് ചെയ്താലും 10 കൂലി ചുരുങ്ങിയത്. പിന്നെ നമ്മളുടെ താല്പര്യവും വിശ്വാസവും അനുസരിച്ച് അതിൻ്റെ കൂലി പിന്നെയും പിന്നെയും പിന്നെയും. അപ്പോൾ ഒരു ചെരുപ്പ് വാങ്ങി നമ്മൾ ബാത്റൂമിലിട്ടാൽ, ടോയ്ലറ്റിലിട്ടാൽ ഓരോ പോക്കിനും ഓരോ വിരലിനും ആ നിലയിലുള്ള സുന്നത്ത് നമുക്ക് ലഭ്യമാവുന്നതാണ്. പഴയകാലത്ത് ചെരുപ്പിൻ്റെ വിഷയത്തിൽ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ വീടുകളിലുള്ള ബാത്റൂമുകളിൽ ചെരുപ്പ് ശ്രദ്ധിക്കാറില്ല. പല വീടുകളിൽ പോകുമ്പോൾ അനുഭവിച്ചൊരു കാര്യം പറയും. അതുകൊണ്ട് ഒരു ചെരുപ്പ് നമ്മൾ വാങ്ങിയാൽ അത് നല്ല ക്വാളിറ്റിയുള്ള ചെരുപ്പ് തന്നെ ആവണം ബാത്റൂമിലെ ചെരുപ്പ്. കാരണം കൂടുതലായി ഇങ്ങനെ വെള്ളം നനയുന്ന ചെരുപ്പായതുകൊണ്ട് പെട്ടെന്ന് ഈർപ്പം വരാനും അതുപോലെ അത് കേടുവരാനും അതുവഴി നമ്മുടെ കാലുകൾക്ക് അതിൻ്റെ ബാക്ടീരിയകളൊക്കെ കയറാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ള കട്ടിയുള്ള ക്വാളിറ്റിയുള്ള ചെരുപ്പ് തന്നെ ഇടണം. പിന്നെ രണ്ടാമത്തെ കാര്യം ശത്രുപ്രദർശിനി തലമറക്കൽ സുന്നത്താണ്. ബാത്റൂമിലേക്ക് പോകുന്ന ആളുകൾ തലമറച്ചു പോകുക, അത് സുന്നത്താണ്. മൂന്നാമത്തെ കാര്യം ടോയ്ലറ്റിൽ പോകുന്ന ആളുടെ ശരീരത്തിലുള്ള ഖുർആനോ അല്ലെങ്കിൽ വന്ദിക്കപ്പെടുന്ന പ്രവാചകന്മാരുടെയോ മലക്കുകളുടെയോ മറ്റു പേരുകളോ ഉണ്ടെങ്കിൽ അതിനെ നീക്കം ചെയ്യൽ സുന്നത്താണ്. ഖുർആൻ എഴുതിയ കടലാസുകൾ ഉണ്ടാകാൻ പാടില്ല. ഇന്ന് പല തരത്തിലുള്ള ഡ്രസ്സുകൾ ഇറങ്ങുന്നുണ്ട്. അതിലൊക്കെ ഖുർആൻ എഴുത്തുകൾ കാണുന്നു. ചില മോതിരങ്ങളുണ്ട്, വിദേശത്തു നിന്ന് കൊണ്ടുവരുന്ന മോതിരങ്ങൾ. അതിലിങ്ങനെ അല്ലാഹ്, മുഹമ്മദ്, അലി, ഹുസൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് പലതും എഴുതി വെച്ചിട്ടുണ്ടാവും. അത്തരം മോതിരങ്ങൾ ധരിച്ചുകൊണ്ട് ബാത്റൂമിൽ പ്രവേശിക്കാൻ പാടില്ല. ചില ബനിയനുകളുണ്ടാവും വിദേശത്ത് നിന്ന് ഇറങ്ങുന്ന. കുറെയൊക്കെ നമ്മളെ തകർക്കാൻ വേണ്ടി ജൂതന്മാരുണ്ടാക്കിയതാണ് എന്നും പറയുന്നു. ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെയോ പ്രവാചകന്മാരുടെയോ അല്ലെങ്കിൽ മലക്കുകളുടെയോ വന്ദിക്കപ്പെടുന്ന ഏതെങ്കിലും നാമങ്ങൾ ഉള്ള ഖുർആനിൻ്റെ അക്ഷരങ്ങളുള്ള എന്തെങ്കിലും ഒരു കടലാസ് പോലും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാൻ പാടില്ല, മാറ്റി വെക്കണം. അഥവാ ഇനിയിപ്പോൾ നമ്മൾ മറന്നു കയറിപ്പോയാൽ പരമാവധി അത് മറച്ചു പിടിക്കണമെന്നാണ്. ആ മൊബൈൽ പ്രശ്നമാക്കണ്ട. മൊബൈൽ തുറന്നു വെച്ചുകൊണ്ട് പോകരുത്. ഡിസ്പ്ലേ കുഴപ്പമില്ല, ഒഴിവാക്കുന്നത് നല്ലതാണ്. അടവെന്ന് പറഞ്ഞാൽ പൊതുവെ അതിനറ്റല്ല. എത്ര കണ്ട് നമുക്ക് അടവുണ്ടാകുന്നു അതനുസരിച്ച് നമ്മുടെ ഈമാൻ ഉണ്ടാവുന്നതാണ്. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഖുർആൻ എഴുതാൻ വേണ്ടി കൊണ്ടുവച്ച കടലാസ് റൂമിലുള്ള സമയത്ത് മഹാനവറുകൾ അന്ന് റൂമിൽ കിടന്നിട്ടാണ്. എന്നിട്ട് റൂമിൻ്റെ വെളിയിൽ കിടന്നത് കണ്ടപ്പോൾ ആളുകൾ ചോദിച്ചു, എന്താ ഇവിടെ കിടക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ഖുർആൻ എഴുതാൻ വേണ്ടി കൊണ്ടുവന്ന കടലാസ് അതിൻ്റെ ഉള്ളിലുണ്ട്, അതുകൊണ്ട് ഞാൻ ആ റൂമിൽ കിടന്നില്ല എന്ന്.
അതൊരു ബഹുമാനമാണ്. അപ്പോൾ ബഹുമാനത്തിൽ അതിപ്പോൾ ഖുർആനിൽ നോക്കിയാൽ കാണുന്ന സംഭവം, ഹദീസിൽ നോക്കിയാൽ കാണുന്ന അങ്ങനെയൊക്കെ ബഹുമാനിക്കണം. പക്ഷേ ബഹുമാനം എന്ന് പറഞ്ഞാൽ എത്ര കണ്ട് ഒരാൾ ബഹുമാനിക്കുന്നു അയാൾക്ക് അത്ര കണ്ട് ഈമാനുണ്ടാണ്. മതത്തിൻ്റെ ചിഹ്നങ്ങളോട് എത്ര കണ്ട് ഒരാൾക്ക് ബഹുമാനമുണ്ട് അത്ര കണ്ട് അയാളുടെ ഹൃദയത്തിൽ ഈമാനുമാണ്. അപ്പോൾ നമ്മൾ പരമാവധി അത് ശ്രദ്ധിക്കണം. ഖുർആനൊക്കെയുള്ള മൊബൈലാണെങ്കിൽ മാറ്റി വയ്ക്കുന്നതാണ് നല്ലത്. പിന്നെ നമുക്കത് ഹറാമാണെന്ന് പറയാനൊന്നും കഴിയില്ല. ഇപ്പം നമ്മുടെ തലയിലുണ്ടല്ലോ ഒരുപാട് ബുഖാരിയും മുസ്ലിമും ഖുർആനും ഒക്കെ നമ്മൾ പത്രം പോകുന്നില്ല. അപ്പോൾ മൊബൈലിൽ ഈ പറയുന്നത് പോലെ ഡിസ്പ്ലേ ഇല്ല. അത് ഡിസ്പ്ലേ വരുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലാത്തതെല്ലാം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ടെക്സ്റ്റുകൾ ഒരു ചെറിയ ചിപ്പിലാണ്, അക്ഷരങ്ങൾ പോലും വെളിവാകാത്തത്. ഒരു ഹാഫിലിന്റെ മണ്ടയിൽ സൂക്ഷിച്ചിട്ടുള്ള ഖുർആൻ അതുപോലെയാണ് അതിൻ്റെ കാര്യം. എന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സൂക്ഷിക്കുന്നത് നല്ലതാണ്, അതൊരു അദബാണ്. ഖുർആനുള്ള മൊബൈലല്ലേ, അതുപോലെ മൗലീദിന്റെ ഏടുകൾ ഉള്ള മൊബൈലല്ലേ എന്ന് കരുതി അത് സൂക്ഷിക്കുന്നത്, അതോടുകൂടെ മായ്ക്കുന്നത് തഖ്വയുടെ ഭാഗമാണ്. വേറെ വിഷയം. അലാമത്തെ ടോയ്ലറ്റിൽ പ്രവേശിച്ചാൽ വെള്ളമുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. എന്നിട്ട് വേണം മൂത്രിക്കാനും കഷ്ടിക്കാനും. അത് സുന്നത്ത. ആദ്യം വെള്ളമുണ്ടോ, അല്ലെങ്കിൽ മനോഹരം ചെയ്യാനുള്ള കല്ലുണ്ടോ. ഇസ്ലാം മനോഹരം ചെയ്യാൻ വേണ്ടി രണ്ട് മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്. ഒന്ന് വെള്ളം, അല്ലെങ്കിൽ കല്ല്. കല്ല് ഉപയോഗിച്ചുകൊണ്ട് പിന്നീട് വെള്ളം ഉപയോഗിക്കുക, അതാണ് ഏറ്റവും നല്ലത്. വിശ്വാസമുള്ള ആളുകൾക്ക് വളരെ ഫലവത്തായ ഒരു മാർഗമാണ്. ആദ്യം കല്ല് കൊണ്ട് മനോഹരം ചെയ്ത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വെള്ളം കൊണ്ട് മനോഹരം ചെയ്യും. മനോഹരം ചെയ്യാന്നല്ല, മനോഹരം. മനോഹരം എന്ന് പറഞ്ഞാൽ എന്താ? ഭംഗി അല്ലേ? മനോഹരം ചെയ്യുക. അങ്ങനെ അപ്പൊ ആദ്യം നോക്കണം വെള്ളമുണ്ടോ എന്ന് ഉറപ്പുവരുത്ത. പൈപ്പ് ഒന്ന് തുറന്ന് നോക്കുക, ടാപ്പ് വെള്ളമുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ആ സമയത്ത് ഇങ്ങനെ ഓടേണ്ടി വരും. അതൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ അഞ്ചാമത്തെ കാര്യം, ബാത്റൂമിലേക്കും ടോയ്ലറ്റിലേക്കും പ്രവേശിക്കുന്ന സമയത്ത് ഇടത്തെ കാലും ഒന്നിച്ചു കയറൽ സുന്നത്താണ്. കാരണം അത് പിശാചിന്റെ മൗവയാണ്, പിശാചിന്റെ അഭയസ്ഥലമാണ് ടോയ്ലറ്റുകൾ. ഇബ്ലീസ് ഒരിക്കൽ അല്ലാഹുവിനോട് ചില സങ്കടങ്ങൾ ബോധ്യപ്പെടുത്തിയെന്നാണ്. പഠിച്ചോനെ, എല്ലാവർക്കും വീടുണ്ട്, എനിക്ക് വീടില്ല. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, എൻ്റെ വീടാണ് ജനങ്ങൾ കാര്യങ്ങൾ നിർവഹിക്കുന്ന, ആവശ്യങ്ങൾ നിർവഹിക്കുന്ന ടോയ്ലറ്റുകൾ. അപ്പൊ എല്ലാ ടോയ്ലറ്റുകളും പിശാചുക്കളുണ്ടാകും. അതുകൊണ്ടാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ് എന്ന് ചൊല്ലൽ സുന്നത്താണ്. അതാ പറയുന്നത്, പ്രവേശിക്കുന്ന സമയത്ത് പറയണം ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ്. ആൺപിശാചിനെത്തൊട്ടും പെൺപിശാചിനെത്തൊട്ടും അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ തേടുന്നു എന്ന് ആദ്യമേ ചൊല്ലിക്കൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണം. കയറിയിട്ടല്ല ഇത് ചെല്ലേണ്ടത്. അപ്പൊ നമ്മളവിടെ പറയുകയാണെങ്കിൽ ആദ്യത്തെ ഈ ഹാളുണ്ടല്ലോ, ഒന്നുണ്ടാക്കുക, അവിടെ നിന്ന് ചൊല്ലിയിട്ട് ഒന്ന് കയറണം. ഇടത്തേക്കാലും നനച്ച് കയറണം. പള്ളിയിൽ കയറുമ്പോൾ വലത്തേക്കാലും നനച്ച് കയറണം. ആദരിക്കപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് കയറുമ്പോഴൊക്കെ വലത്തേക്ക്, അനാദരവുള്ള സ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോഴെല്ലാം ഇടത്തേക്ക്. അത് കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴൊക്കെ അങ്ങനെ തന്നെ. കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴൊക്കെ വലത്തേക്ക്. ശൗച്യം ചെയ്യുമ്പോൾ ഇടത്തേക്ക്. ഇതാണ്. പിന്നെ ഏഴാമത്തേത്,
പുറപ്പെടുന്ന വസ്തുവിനുള്ള ശബ്ദമോ വാസനയോ മറ്റുള്ളവർക്ക് അനുഭവപ്പെടാത്ത വിധം ദൂരത്തേക്ക് ആവൽ സുന്നത്താവുന്നു. ഇന്ന് മോഡേണായി വന്നപ്പോൾ അതിനൊക്കെ ഇച്ചിരി മാറ്റം വന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. എട്ടാമത്തേത് വേറെ ഒരാൾ കാണാത്ത വിധം മറഞ്ഞിരിക്കൽ സുന്നത്താണ്. നല്ല മറയുണ്ടാകുക. വേറെ ഒരാൾ നമ്മൾ ചെയ്യുന്ന കൃത്യങ്ങൾ കാണുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. എത്രത്തോളം മറയുണ്ടാകുന്നോ അത്രത്തോളം സുന്നത്താണ്. ഒമ്പതാമത്തേത് കാരണമില്ലാതെ നിന്ന് നിർവഹിക്കാൻ പാടില്ല. കാരണമില്ലാതെ നിന്ന് നിർവഹിക്കാൻ പാടില്ല. അദ്ദേഹത്തിന് മുട്ട് മുടങ്ങൂല, അപ്പൊ അദ്ദേഹം ഒന്ന് നിർവഹിക്കേണ്ടി വരും. നിന്ന് നിർവഹിക്കുന്ന സമയത്ത് പിന്നെ വളരെ ശ്രദ്ധിക്കണം. അത് പലയിടങ്ങളിലേക്ക് തെറിക്കും. ചിലപ്പോൾ വസ്ത്രത്തിലാവും, ചിലപ്പോൾ കാലിലാവും, മുണ്ടിലാവും. അത്തരം കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ആവശ്യമില്ലെങ്കിൽ നിന്ന് നിർവഹിക്കരുത്. ഉയരത്തിൽ ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കുക സുന്നത്താണ്. ആധുനിക ടോയ്ലറ്റുകളെല്ലാം അതിന് മതിയായതാണ്. എങ്ങനെയായാലും കുഴിയിലേക്കാണ് അത് സംഭവിക്കുന്നത്. പിന്നെയോ ഭൂമിയോട് അടുക്കുന്നത് വരെ അവന്റെ വസ്ത്രം പൊക്കാതിരിക്കൽ സുന്നത്താണ്. ഇവിടുന്ന് തന്നെ മാടി കുടിക്കാൻ പോവല്ലോ, അവിടെ എത്തുമ്പോൾ അത് നിർവഹിക്കും. അതിൻ്റെ ഉള്ളിലേക്ക് കയറി വാതിലൊക്കെ അടച്ചതിന് ശേഷം അത് നിർവഹിക്കും. അതുപോലെ കാഷ്ടിക്കലും മൂത്രിക്കലും കറാഹത്തായ സ്ഥലങ്ങളുണ്ട്, അവിടെ വെച്ച് അത് നിർവഹിക്കാതിരിക്കുക. കറാഹത്തായ ഹറാമായ കുറെ സ്ഥലങ്ങളുണ്ട്. നാളെ നമുക്ക് പറയണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാ യസ്തഖ്ബിലൽ ഖിബ്ല വലാ യസ്തദ്ബിറഹാ ഹൈസു കാന ഫീ മുഅദ്ദിൻ വകാന ഹുനാക സാഖിറുൻ വഖർബ മിൻഹു. മറ ഉണ്ടെങ്കിൽ പോലും, ഇന്നലെ നമ്മളിത് പറഞ്ഞ വിഷയമാണ്. മറ ഉണ്ടെങ്കിൽ പോലും ഖിബ്ലക്ക് മുന്നിട്ട് നിർവഹിക്കാതിരിക്കുക, അത് സുന്നത്താവുന്നു. പക്ഷെ ഇവിടെ കാര്യമുണ്ട് കേട്ടോ. എന്താണത്? ഖിബ്ലക്ക് മുന്നിട്ടോ പിന്നിട്ടോ കാഷ്ടിക്കലും മൂത്രിക്കലും ഹറാമാണെന്നാണ് പഴയ കാലത്ത് മതപ്പെടുത്തരുത്. ഖിബ്ലക്ക് മുന്നിട്ടും പിന്നിട്ടും കാഷ്ടിക്കലും മൂത്രിക്കലും ഹറാമാണ്. അവിടെ ഒരു കാര്യമുണ്ട്. കാഷ്ടിക്കൽ മൂത്രിക്കൽ മുന്നിട്ട് അത് ഹറാമാണ്. അപ്പൊ പിന്നിട്ട് മൂത്രിക്കൽ പ്രശ്നമല്ല. അപ്പൊ ഞാനിരിക്കുന്നത് കിഴക്കോട്ടാണ്, ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് മൂത്രിച്ചു, അത് ഹറാമില്ല. കാരണം മൂത്രത്തിന്റെ അഭിസംബോധന കിഴക്കോട്ടാണ്. അതേസമയം പിന്നിട്ട് കാഷ്ടിക്കുക അത് ഹറാമാണ്. അതേസമയം ഒരാൾ മുന്നിട്ടുകൊണ്ട് കാഷ്ടിച്ചു, അപ്പോൾ ഹറാമില്ല. പിന്നെ മൂത്രിക്കാതെ കാഷ്ടിക്കാനൊക്കെ കഴിയണം, അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ കാഷ്ടിക്കലും മൂത്രിക്കലും മുന്നിട്ടോ പിന്നിട്ടോ കാഷ്ടിക്കലും മൂത്രിക്കലും ഹറാമാന്ന് പറഞ്ഞാൽ ഇത് രണ്ട് അർത്ഥത്തിൽ വായിക്കാം. മുന്നിട്ടുകൊണ്ട് മൂത്രിക്കണം, പിന്നിട്ടുകൊണ്ട് കാഷ്ടിക്കണം, ഇതാണ് ഹറാം. എത്രത്തോളം ഫഖഹ് പറയുന്നുണ്ട്. ഒരാൾ ഖിബ്ലയിലേക്ക് മുന്നിട്ടു, എന്നിട്ട് എഞ്ചിനിൽ നിന്ന് വളച്ചു പിടിച്ചു, എന്നാലും ഹറാം പോകുന്ന. അപ്പോ ഖിബ്ലയിലേക്ക് മുന്നിട്ടും ഒരു മറയുണ്ടെങ്കിൽ പോലും നമ്മുടെ വീടുകളിലൊക്കെ ടോയ്ലറ്റ് സെറ്റ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ വാസ്തു നിർണ്ണയം നടത്തുക എന്ന് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നോക്കേണ്ടത്. പ്ലാനുകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നോക്കണം. കാരണം ഒരു വീട് നിർമ്മാണം നടത്തുമ്പോൾ അത് 50 കൊല്ലം 60 കൊല്ലം ചിലപ്പോൾ 100 നൂറ്റാണ്ട് വരെയൊക്കെ ആ വീട്ടിൽ താമസമാണ്. ഒരു ചെറിയ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ട് ഒരുപാട് കൂലി നമുക്ക് നടക്കാം.
നമ്മൾ മാത്രമല്ല, നമ്മുടെ തലമുറയായി താമസിക്കേണ്ട വീടുകളായിരിക്കും. അപ്പൊ ഒരിക്കലും മറയുണ്ടെങ്കിൽ ഹറാം ഒഴിവാകും. മറയുണ്ടെങ്കിൽ ടോയ്ലറ്റായാൽ തന്നെ ഹറാം ഒഴിവാകും. അവർക്ക് മുന്നിട്ടാലും പ്രശ്നമൊന്നുമില്ല. എങ്കിൽ പോലും നമുക്ക് ആ സുന്നത്ത് ലഭ്യമാകണമെങ്കിൽ ഒന്നിരിക്കെ തെക്കോട്ട് അല്ലെങ്കിൽ വടക്കോട്ട് ഈ രൂപത്തിലാണ്. അതുപോലെ അല്ലാ യസ്തഖ്ബില ബൈത്തുൽ മുഖദ്ദസ് വലാ യസ്തദ്ബിറഹ ബിലാ സാത്തിരിൻ, മറയില്ലാത്ത അവസ്ഥയിൽ ബൈത്തുൽ മുഖദ്ദസിന് മുന്നിട്ടോ പിന്നിട്ടോ നിർവഹിക്കാതിരിക്കൽ സുന്നത്താണ്. മറയുണ്ടാകുമ്പോൾ തന്നെ ഖിബിലക്ക് മുന്നിട്ട് ചെയ്യാതിരിക്കൽ സുന്നത്ത്. മറയില്ലെങ്കിൽ വടക്കു തെക്ക് ഭാഗങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ മുന്നിട്ടും പിന്നിട്ടും ചെയ്യാതിരിക്കലാണ് സുന്നത്ത്. ഹറാമില്ല. കാരണം നമ്മളുടെ പഴയ ഖിബില എവിടെയായിരുന്നു? ബൈത്തുൽ മുഖദ്ദസാണ്, അത് വടക്കാണ്. അപ്പൊ മറയില്ലെങ്കിൽ പിന്നെ അതിലേക്ക് മുന്നിട്ട് ചെയ്യാതിരിക്കലാണ് സുന്നത്ത്. ഹറാമല്ല പറയുന്നത്. ഇതെല്ലാം മനസ്സിലാക്കണം. പണ്ട് കുട്ടി വാതാൻ പോയിട്ടൊരു കഥയുണ്ട് അല്ലേ? ആശിച്ചിരിക്കുന്നുണ്ട്. ഇതിലേക്ക് മുന്നിട്ട് മൂത്രിക്കാൻ വന്നപ്പോൾ പഠിച്ചവനെ കിബിലയാണ് വാപ്പാ ശ്രദ്ധിക്കണമെന്ന്. വാപ്പ തിരിഞ്ഞിരുന്നു. ഇതിലേക്ക് മുന്നിട്ടും പറ്റൂല പിന്നിട്ടും പറ്റൂല. അപ്പൊ വാപ്പ ഇങ്ങോട്ട് തിരിഞ്ഞു. അല്ലോ പണ്ടത്തെ ബൈത്തുൽ മുഖദ്ദസാണ് സൂക്ഷിക്കണം. പിന്നെ ഒരു തിരിഞ്ഞ് അവിടെയും പറ്റൂല മുന്നിട്ട്. പിന്നെ വാപ്പ അങ്ങനെ വട്ടത്തിൽ നിന്ന് മൂത്രിച്ചു. അതിന്റെ വേറെ നിർവാഹം എന്താ ചെയ്യാൻ? അപ്പൊ കാര്യങ്ങൾ നമ്മൾ നല്ലോണം ഉൾക്കൊള്ളണം. മറയുണ്ടായാലും കിബിലയുടെ കാര്യത്തിൽ മറയുണ്ടായാലും മുന്നിടലും പിന്നിടലും സൂക്ഷിക്കേണ്ടതാണ്. മറയില്ലെങ്കിൽ വടക്ക് തെക്ക് ഭാഗങ്ങളിൽ മറയില്ലാതെ ചെയ്യാതിരിക്കലാണ് സുന്നത്ത് എന്ന് ഭാവം. ഹറാമില്ല. മറയുണ്ടായാൽ പിന്നെ തീരെ പ്രശ്നമില്ല. ടോയ്ലറ്റ് ആണെങ്കിൽ മറയുള്ള ടോയ്ലറ്റ്, അതിനുവേണ്ടി ഒരുക്കി തയ്യാറാക്കിയ സ്ഥലങ്ങൾ അവിടെ എങ്ങനെയും നമുക്ക് നിർവഹിക്കാം. പക്ഷേ ഖിബിലയുടെ ഭാഗം സൂക്ഷിക്കൽ നല്ലതാണ്. അതുപോലെ മറയില്ലാതെ സൂര്യനും ചന്ദ്രനും മുന്നിട്ടുകൊണ്ട് ആവശ്യം നിർവഹിക്കാതിരിക്കൽ സുന്നത്താണ്. സൂര്യനെങ്ങനെ നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യും, ചന്ദ്രനെങ്ങനെ നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യും. ഇടത്തെ ഭാഗത്തിന് മേലിൽ ചെരിഞ്ഞിരിക്കൽ സുന്നത്താണ്. കാരണം ഇവിടെയാണ് ഇതിൻ്റെ ടാങ്കുള്ളത്. ഇതിങ്ങനെ നല്ലോണം ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അറിയാമല്ലോ അതിനൊരു ഫ്ലോ കൂടും, വോയിസ് ഉണ്ടാവും. അതുകൊണ്ട് ഇടത് ഭാഗത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞിരിക്കൽ സുന്നത്താണ്. പറയുന്നു അത്യാവശ്യത്തിന് വേണ്ടിയല്ലാതെ സംസാരിക്കാൻ പാടില്ല. അത്യാവശ്യത്തിന് വേണ്ടിയല്ലാതെ സംസാരിക്കാൻ പാടില്ല. ഈ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന സമയത്താണ് പറയുന്നത്. പൊതുവെ ബാത്റൂമിൽ നിന്ന് സംസാരിക്കാതിരിക്കലാണ് നല്ലത്. ആവശ്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കാത്തിക്കുകയോ മൂത്രിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് കറാഹത്താണ്. കാരണം മാലാഖമാർ ടോയ്ലറ്റിൽ പ്രവേശിക്കുകയില്ല. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ നന്മയും തിന്മയും എഴുതാൻ വേണ്ടി നിങ്ങൾ അനുഗമിക്കുന്ന മാലാഖമാർ ടോയ്ലറ്റിൽ പ്രവേശിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവിടെ പോകുമ്പോൾ സംസാരിക്കുന്നത് സൂക്ഷിക്കണമെന്ന് നബി തങ്ങൾ പറയുന്നു. അവർക്ക് ജോലി ഉണ്ടാക്കലാണ്. അതുപോലെ അവന്റെ അവ്രത്തായ ഭാഗത്തിലേക്ക് നോക്കാതിരിക്കലും പുറപ്പെടുന്ന വസ്തുവിലേക്ക് നോക്കാതിരിക്കലും സുന്നത്താണ്. സംഗതി നമ്മൾ തന്നെയാണെങ്കിൽ പോലും ആവശ്യമില്ലെങ്കിൽ നോക്കാതിരിക്കൽ സുന്നത്താകുന്നു. 19 അവന്റെ കൈകൊണ്ട് കളിക്കാതിരിക്കുക. നമ്മള് മതിലൊക്കെ നനക്കാൻ വേണ്ടി ടെൻഡർ എടുക്കുമല്ലോ, എന്ന പോലെ ഇങ്ങനെ അത് നനച്ച് കളിക്കാം, അല്ലെ ചിത്രം വരയ്ക്കുക, അതൊന്നും ചെയ്യരുത്.
അതുപോലെ അല്ല ടോയ്ലറ്റിൽ വെച്ചുകൊണ്ട് മിസ്വാക്ക് ചെയ്യാതിരിക്കുക. ഡ്രസ്സൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോവുക. കൊല്ലത്തെ ആധുനിക ക്ലോസറ്റ് ഉണ്ടല്ലേ, യൂറോപ്യൻ ക്ലോസറ്റ്, നല്ല മട്ടത്തിലുള്ള ചാരിയൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ തേക്ക് തന്നെ. അത് ചെയ്യരുത്, അത് ഫഖറുണ്ടാക്കുമെന്നാണ്. ടോയ്ലറ്റിൽ ഇരുന്നു കൊണ്ട് മിസ്വാക്ക് ചെയ്യുന്നത് ഫഖറുണ്ടാക്കുക. അത് ചെയ്യാതിരിക്കണം. അതുപോലെ അവന്റെ മൂത്രത്തിൽ തുപ്പാതിരിക്കണം. മൂത്രത്തിൽ തുപ്പുന്നവരുടെ പല്ല് മഞ്ഞച്ചു പോകും. മൂത്രത്തിൽ തുപ്പരുത്, പഴയകാലത്തൊക്കെ എഴുതിയിരുന്നു. അതുപോലെ കാഷ്ടിക്കുകയോ മൂത്രിക്കുകയോ ചെയ്യുന്ന സമയത്ത് തിന്നുകയോ കുടിക്കുകയോ ചെയ്യാൻ പാടില്ല. കാര്യങ്ങൾ നിർവഹിച്ച് പെട്ടെന്ന് തിരിച്ചു വരണം. ഇരുത്തം ദീർഘിപ്പിക്കാൻ പാടില്ല. ചില ആളുകളൊക്കെ മനോരമയും മാതൃഭൂമിയൊക്കെ കണ്ട് പോവുകയാണ്. എന്നിട്ടിങ്ങനെ ഇരുന്നിട്ട് ഇതെല്ലാ പത്രമൊക്കെ ഇങ്ങനെ കത്തം തീർത്തിട്ട് അവസാനം കടന്നു വരുള്ളൂ. കാരണം സൗകര്യം കൂടിപ്പോയി. നല്ല പോലെ ഇങ്ങനെ ഇരുന്ന് കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണല്ലോ. ഇരുത്തം ദീർഘിപ്പിക്കാൻ പാടില്ല, അത് വേറെ ഒരു സുന്നത്താണ്. 24 മൂത്രം ഒഴിവാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. ചില ആളുകൾക്ക് മൂത്രിച്ച് ഒരൽപ്പം കഴിഞ്ഞാൽ പിന്നെ 1-2 തുള്ളിയൊക്കെ നിർത്തി വീഴും. അങ്ങനത്തെ ആളുകൾ ഒന്ന് ചുമക്കൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് തീരാത്ത ആളുകളാണെങ്കിൽ ഒന്ന് നടക്കുക. കോമൺ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആകുമ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു ടിഷ്യൂ ഒക്കെ ഉപയോഗിച്ച് അല്പനേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് എന്നിട്ട് പിന്നെ രണ്ടാമത് വീണ്ടും പോയിട്ട് നിർവഹിക്കുക. 1-2 പ്രാവശ്യം നടക്കുമ്പോൾ ക്ലിയർ ആവുക. പഴയ കുറേ ആളുകൾ കൈകാര്യം ചെയ്യുന്ന ബാത്റൂമിലാകുമ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുകയാണ്. ഇത്തരം കാര്യങ്ങളിൽ വലിയ അച്ചടക്കമാണ് ഇസ്ലാമിലുള്ളത്. അതുകൊണ്ട് മൂത്രം പൂർണ്ണമായും ഒഴിവാകാൻ ആവശ്യമായ നടപടികൾ, അതിനാണ് ഇസ്തിബ്റാഅ് എന്ന് പറയുന്നത്. ചൊവ്വായി നിൽക്കുന്നതിന് മുമ്പ് അല്പാൽപമായി വസ്ത്രം മുഴുവനായി താഴ്ത്തിയിടൽ സുന്നത്താണ്. 26 പുറപ്പെടുന്ന സമയത്ത് വലത്തെ കാലും അടിക്കൽ സുന്നത്താണ്. വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഇടത്തെ കാലം അടിക്കരുത്. കാരണം പോകാറുള്ളത് പള്ളിയിലാണ്. അപ്പോൾ അവിടെ വലത്തെ കാലം അടിക്കണം. يقول عند الخروج غفرانك الحمد لله الذي أذهب عني الأذى وعافاني. أن يقول عند الخروج പുറപ്പെടുന്ന സമയത്ത് അവൻ പറയണം ഗുഫ്രാനക, അല്ലാഹുവേ നിന്നോട് പൊറുക്കലിനെ തേടുന്നു. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും നിനക്കാണ്. അല്ലദീ അദ്ഹബ അന്നിൽ അദാ വഅഫാനി, എന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരുകയും എനിക്ക് സൗഖ്യം പകരം നൽകുകയും ചെയ്ത റബ്ബേ നിനക്കാണ് സകല സ്തോത്രങ്ങളുമെന്ന ഹംദ് ജല്ലൽ സുന്നത്താണ്. പ്രാവശ്യം മൂത്രിക്കാതിരുന്നവരുടെ നമ്മളെ അവസ്ഥ അറിയണം. നമ്മൾ ഓടും, എന്തൊക്കെ ചെയ്യും. ഒരു വലിയ അദാബ് തന്നെയാണ്. സുബ്ഹാനല്ലാഹ്, അതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പിന്നെ അടക്കണ്ടോ? ഇല്ല. നമ്മളവിടെ പോയി ഇരിക്കുന്നു, വിചാരിക്കുന്നു, നിർവഹിക്കുന്നു. ഇനി മതിയെന്ന് വിചാരിക്കുമ്പോൾ അത് സ്റ്റോപ്പാകുമോ? നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കാൻ ഇല്ല. ഭയങ്കര ഹെൽത്തിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വിചാരിക്കലാണ് അതിന്റെ ഓപ്പൺ. അയാൾ വിചാരിക്കുമ്പോൾ അത് വന്നു പോകും. അതൊരു സുപ്രഭാതത്തിൽ അയാൾ വിചാരിച്ചിട്ടും അത് വരാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. അല്ലാഹു അത്തരം രോഗങ്ങളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാണ്. അതുകൊണ്ട് ബാത്റൂമിൽ നിന്ന് പ്രവേശിക്കുന്ന സമയം, പുറത്തേക്ക് വരുന്ന സമയത്ത് വലത്തെ കാലം അടിച്ച് പുറത്തു വരികയും
ഗുഫ്രാനക അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിൽ അദാ വഅഫാനി. ഇത് പൂർണ്ണമായി ചൊല്ലാൻ അറിയാത്ത ആളുകൾ അൽഹംദുലില്ലാഹ് എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് പറയണം. ഇത് സുന്നത്താവുന്നു. ഗുഫ്രാനക അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിൽ അദാ വഅഫാനി. ഗുഫ്രാനക പടച്ചവനെ നിന്നോട് പൊറുക്കലിനെ തേടുന്നു എന്നാണ്. പൊറുക്കലിനെ തേടാൻ കാത്തിച്ചതും മൂത്രിച്ചതും ഒരു തെറ്റായതുകൊണ്ട് പടച്ചവനെ മൂത്രിച്ചു പോയി വല്ലാത്ത തെറ്റാ ചെയ്തത് പുറത്തു തരണേ എന്നാണ്. അല്ല, ഒരു മോമിനായ മനുഷ്യൻ എപ്പോഴും അല്ലാഹുവിനെ ആരാധിക്കേണ്ട ആളാണ്. പക്ഷെ ബാത്റൂമിലായതുകൊണ്ട് എനിക്കത് പറ്റിയില്ല. അതുകൊണ്ട് ഗുഫ്രാനക അൽഹംദുലില്ലാഹ് എന്നോട് ഞാൻ പൊറുക്കലിനെ തേടുകയാണ്. എന്റെ കാര്യങ്ങൾ നിർവഹിച്ചു, അതുകൊണ്ട് നിനക്ക് സകല സ്തുതിയും സമർപ്പിക്കുന്നു. ഇത് ചൊല്ലൽ സുന്നത്താണ്. അങ്ങനെ ബാത്റൂമിൽ പോയി നമ്മൾ തിരിച്ചു വന്നപ്പോൾ 28 സുന്നത്തുകൾ നാം നിർവഹിച്ചു. ഒരു സുന്നത്തിന് 10 കൂലി വീതം പരിഗണിച്ചാൽ തന്നെ 280 കൂലി. എന്തിന്? ഒരു നേരത്തെ ടോയ്ലറ്റിൽ പോയി തിരിച്ചു വരുന്നത്. അപ്പൊ ഒരു ദിവസം ഒരു 5 പ്രാവശ്യം ചുരുങ്ങി നമ്മൾ പോകും. അപ്പൊ ആലോചിച്ച് നോക്കിയത് എത്രയാണ് അതിന്റെ കൂലി? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ വീടുകളിൽ നടപ്പിലാക്കാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ അതൊരു ഫലവത്തായ അമലാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. റഹ്മത്തുള്ളാഹിമായ റബ്ബേ, പരിശുദ്ധമായ ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ അമലുകളെ നീ സ്വീകരിക്കണേ റഹ്മാൻ. ഞങ്ങളുടെ തഖ്വ നീ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാൻ. ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നീ പൊറുക്കണേ റഹ്മാൻ. ഞങ്ങളെ ഇൽമിലും ഹിക്മത്തിലും മഈശത്തിലും നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാൻ. ഞങ്ങളുടെ ജോലിയിലും കച്ചവടങ്ങളിലും നീ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടി യാചിക്കുന്ന ദുർഗതി ഞങ്ങൾക്കോ മക്കൾക്കോ ഖിയാമത്ത് നാൾ വരെ നീ വരുത്തരുതേ റഹ്മാൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഇൽമും ഈമാനും തഖ്വയും നീ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാൻ. പടച്ചവനിൽ മഹത്തായ സദസ്സിന്റെ പ്രതിഫലത്തെ ഞങ്ങളുടെ ചുറ്റുഭാഗങ്ങളിൽ എൻ്റെ വിശ്രമം കൊള്ളുന്ന മുഅ്മിനീങ്ങളുടെ അർവാഹുകളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി